ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കടുകിടാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ആദ്യമായിട്ട് വഴറ്റാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം, അത്രയും മതി. ഒത്തിരി ഇട്ട് മൂപ്പിച്ച് കരിക്കരുത്. ഇനി നമുക്കൊരു ഇച്ചിരി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി ചെറിയ തീയിൽ വഴറ്റിട്ട് ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇല്ലെങ്കിൽ ചിലപ്പം എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കിനി ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാമേ. ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം ഒന്ന് മാറണം. ഇതിപ്പം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മീൻകറി വയ്ക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇടത്തില്ല. കാരണം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻകറി വളിച്ചാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. കാരണം പൊതുവെ മീൻകറിയിൽ മല്ലിപ്പൊടി ഇടാത്തതാണ് നല്ലത് കേട്ടോ. ഇപ്പം നമ്മുടെ മുളക് പൊടിയെല്ലാം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളമാണ് ഇത് കേട്ടോ. ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പുളിയും മീനും കൂടെ ഇതിലേക്ക് ഇടാം. ഇപ്പം നല്ലപോലെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം 2 കഷ്ണം തോട്ടുപുളി വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചിരുന്നാണ് ഞാനിപ്പോൾ ഇതിനകത്തിലേക്ക് ഒഴിച്ചത്. സ്വല്പം ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. മീനും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇടാം. അതിനുശേഷം ഇരുന്നതൊന്ന് വറ്റണം. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയാവും. ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. വറ്റി വന്നു കഴിയുമ്പോഴാണ് മീൻകറിക്ക് രുചി കൂടുതൽ. നമുക്കൊന്ന് വറ്റാനായിട്ട് വെക്കാം. ഒന്ന് ചെറിയ തീയിലിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് വറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സൈഡിലെ വെള്ളം എല്ലാം വറ്റി നല്ല കുറുകിയ ചാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂക്കിയിട്ട് അടച്ചു വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി ഇനി നമുക്ക് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. മത്തി വറ്റിച്ചത്. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് അടച്ചു വയ്ക്കാം.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു. Like, share and subscribe.